സർ, സാധാരണ ആൾക്കാർക്കിടയിൽ കണ്ടുവരുന്നൊരു സംശയമാണ്. ഹോമിയോപ്പതി എല്ലാവിധ രോഗങ്ങൾക്കും ഫലപ്രദമാണോ അതോ ചില രോഗങ്ങൾക്ക് മാത്രമാണോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി ഒരു സമ്പൂർണ്ണ ചികിത്സാ ശാഖയാണ്. എല്ലാ രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എമർജൻസി സിറ്റുവേഷൻസ്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഇപ്പോൾ സർജറി ആവശ്യമുള്ള മറ്റ് രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ സർജറി ഇല്ലാതെ തന്നെ ചികിത്സയുണ്ട്. ഇപ്പോൾ യൂട്രൈൻ ഫൈബ്രോയിഡ്, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ട്യൂമർ, അല്ലെങ്കിൽ തൈറോയ്ഡ് ട്യൂമർ, അതേപോലെയുള്ള സർജിക്കൽ കണ്ടീഷൻസിൽ ഹോമിയോപ്പതിയിൽ ചികിത്സ മരുന്നുകൊണ്ട് തന്നെ രോഗം മാറ്റാൻ സാധിക്കും. പക്ഷേ എമർജൻസി സിറ്റുവേഷൻസിൽ ഹോമിയോപ്പതിയിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ബാക്കിയുള്ള ചികിത്സകളെല്ലാം തന്നെ എത്ര തീവ്രമായിട്ടുള്ള രോഗങ്ങളാണെങ്കിലും എത്ര കഠിന രോഗങ്ങളാണെങ്കിലും ഹോമിയോപ്പതിയിൽ സമ്പൂർണ്ണമായ ചികിത്സയുണ്ട് എന്ന് മാത്രമല്ല, ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത, ഇതുപോലെയുള്ള രോഗങ്ങൾ നമുക്ക് പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അത് രോഗം തിരിച്ചു വരാത്ത രീതിയിൽ മാറ്റാൻ ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്. ഹോമിയോപ്പതി മരുന്ന് തിരഞ്ഞെടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. കാരണം ഹോമിയോപ്പതി എല്ലാവർക്കും അറിയുന്ന പോലെ രോഗം മാത്രം കണ്ടിട്ടല്ല ഹോമിയോപ്പതിയിൽ മരുന്ന് ചെയ്യുക. രോഗിയുടെ പ്രത്യേകതകൾ, രോഗിയുടെ വ്യക്തി സവിശേഷതകൾ മനസ്സിലാക്കിയാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിൽ ഡോക്ടർ വിജയിച്ചാൽ ഏത് രോഗവും പൂർണ്ണമായിട്ട് തന്നെ മാറ്റാനായിട്ട് ഹോമിയോപ്പതിക്ക് സാധിക്കും.